മരിച്ചുപോയവരുടെ ഫോട്ടോ എവിടെ വെക്കരുത്? വീട്ടിൽ വെച്ചുകൂടാ. മഹാദോഷമാ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ്റെ കാലം കൂടെ ഇരിപ്പുണ്ടോ? വെച്ചേക്കല്ലേ. കാലം കൂടെ വെച്ചേക്കല്ലേ. കാലം കൂടെ വെച്ചാൽ എന്ത് ചെയ്യും? ഉടനെ ആര് കൊണ്ടുപോകും? കാലം കൊണ്ടുപോകും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ആരറിയാമോ? ഞാൻ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളെയും അംഗീകരിക്കുന്ന വ്യക്തിയാണ്. വേറെ ആരുമല്ല. ആരാ? ഹരിപത്തനാപുരം. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് സത്യമുണ്ട്. 100 150% സത്യമുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ പറയപ്പെടുന്ന പലതും വിദ്യയാണ്. നിങ്ങളെ പറഞ്ഞ് പറ്റിച്ച്, നിങ്ങളെ പറഞ്ഞ് വേദനിപ്പിച്ച്, നിങ്ങളെ പേടിപ്പിച്ച് ആരൊക്കെയോ കൂടെ നിങ്ങളെ പിഴിഞ്ഞു തിന്നുക. മരിച്ചു പോയവരുടെ പടം എവിടെ വെക്കരുതെന്ന്? പൂജാമുറി വെക്കണ്ട, വീട്ടിൽ വെക്കണ്ട, പെരയ്ക്കകത്തൊന്നും വെക്കണ്ട. മരിച്ചു പോയവരുടെ ഫോട്ടോ എവിടെ വെക്കരുത്? വീട്ടിൽ വെച്ചുകൂടാ. മഹാദോഷമാ. ഇപ്പൊ എന്തെങ്കിലും അവരുടെ സങ്കടം കൊണ്ടായിരിക്കും ആരെ കാണാൻ പോകുന്നത്? ഒന്നീ തിരുമേനിയോ അല്ലേ ജ്യോത്സ്യനെയോ കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പേടിപ്പിച്ച് വിടുകയാണോ വേണ്ടത്? അവരെ ആശ്വസിപ്പിച്ച് കുഴപ്പമൊന്നുമില്ല, അതിലൊന്നും കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു വിടുകയാണോ വേണ്ടത്? യഥാർത്ഥ പുരോഹിതൻ, യഥാർത്ഥ ജ്യോത്സ്യൻ എന്ത് ചെയ്യും? സ്വാന്തന വാക്കുകൾ നൽകി അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് സത്യത്തെ പറഞ്ഞു കൊടുത്തുകൊണ്ട് വിടും. ഇല്ലേ? നിങ്ങളോട് എന്ത് പറയും? ഫോട്ടോ എത്രയും പെട്ടെന്ന് മാറ്റണം. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കൊക്കെ കാരണം നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന മരിച്ചുപോയ നിങ്ങളുടെ പിതൃക്കളുടെ ദോഷം കൊണ്ടാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ എടുത്ത് ചെയ്യണം? വെള്ളത്തിൽ കളയണം. കളഞ്ഞിട്ട് വാ. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അന്നു തീരും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ്റെ കാലം കൂടെ ഇരിപ്പുണ്ടോ? വെച്ചേക്കല്ലേ. കാലം കൂടെ വെച്ചേക്കല്ലേ. കാലം കൂടെ വെച്ചാൽ എന്ത് ചെയ്യും? ഉടനെ ആര് കൊണ്ടുപോകും? കാലം കൊണ്ടുപോകും. കാലം കൂടെ ഇരിപ്പില്ലേ? കാലം കൂടെ വെക്കരുത്. ഈ കാലം കൂടെ ഇരുന്നുകൊണ്ടാണ് എന്ത് പറ്റിയത്? അച്ഛൻ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ കൊച്ചുമോനും മരിച്ചത്. എന്തോ ഇരുന്നോണ്ടാ? കാലം കൂടെ ഇരുന്നുകൊണ്ട്. ആ കാലം കൂടെ എടുത്ത് കളയൂ. അപ്പോൾ എന്ത് ചെയ്യത്തില്ല? ഇനി ആരും മരിക്കത്തേ ഇല്ല. പ്രവചിച്ചു. ജ്യോത്സ്യനും പ്രവചിച്ചു, ശാന്തിക്കാരനും പ്രവചിച്ചു. അതേപോലെ അച്ഛൻ്റെ ചെരുപ്പിരിപ്പുണ്ടോ? അച്ഛൻ ഇട്ട ഷർട്ട് ഇരിപ്പുണ്ടോ? ഉണ്ടോ? അച്ഛൻ കിട്ടിയ വാച്ചും ഉണ്ട്. ഇതൊന്നും വെച്ചേക്കരുത്. ഇതെല്ലാം എന്ത് ചെയ്യണം? നശിപ്പിച്ച് കളയണം, വെള്ളത്തിൽ കളയണം. സത്യത്തിൽ അത് ശരിയാ. ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അങ്ങനെ ചെയ്യണം. അങ്ങനെ അതായത് മരിച്ചുപോയ പിതൃക്കളുടെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളെ വിട്ടുപോയ പിതൃക്കളുടെ കണ്ണാടി, ചെരുപ്പ്, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ വടികൾ, കാലംകുടകൾ, വാച്ചുകൾ ഇത്യാദികളൊന്നും വീട്ടിൽ വെച്ച് ഇരിക്കാൻ പാടില്ല. അത് നമുക്ക് എന്ത് ചെയ്യും? വളരെ ദൂഷ്യത്തെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. ഇങ്ങനെ ഉണ്ടോ ആർക്കെങ്കിലും? പക്ഷേ ഇതിൻ്റെ കൂടെ ചില കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യേണ്ടി വരും? ഉപേക്ഷിക്കേണ്ടി വരും. ജ്യോത്സ്യൻ പറഞ്ഞു, തിരുമേനി എന്താ പറഞ്ഞത്? അച്ഛൻ്റെ വടിയും കാലംകുടയും ഷർട്ടും ചെരുപ്പും ഒക്കെ വെച്ചേക്കാൻ പാടില്ല. ഇതൊക്കെ മാറ്റിയില്ലെങ്കിൽ പിതൃദുരിതം ഉണ്ടാകുമെന്ന്. അതുമാത്രമല്ല, അച്ഛൻ്റെ കഴുത്തേ കിടന്ന 2 പവൻ്റെ മാലയും അച്ഛൻ്റെ കയ്യിൽ കിടന്ന 1 പവൻ്റെ വളയും അച്ഛനുണ്ടാക്കിയ സമ്പാദ്യവും അച്ഛനുണ്ടാക്കിയ ഏക്കറക്കണക്കുള്ള വസ്തുക്കളും എന്ത് ചെയ്യണം? ഇതിനോടൊപ്പം നിമഞ്ജനം ചെയ്യണം. അപ്പം മനസ്സിലായി പിതൃദുരിതം ഇല്ല എന്ന്. കാരണം എന്താ? ഇപ്പം പിതൃദുരിതം ഉണ്ടോ? അച്ഛൻ്റെ കൈ കിടക്കുന്ന വാച്ചും കുറഞ്ഞതാണെങ്കിൽ പോട്ട്, കൂടിയതാണെങ്കിൽ അതിന് പിതൃദുരിതം ഇല്ല. അച്ഛൻ്റെ വില കൂടിയ വാച്ചിനും അച്ഛൻ്റെ കഴുത്തിലെ മാലയ്ക്കും അച്ഛൻ്റെ അമ്മയുടെ കാതിലെ കമ്മലിനും അമ്മയുണ്ടാക്കിയ വസ്തുവും അമ്മയുടെ സമ്പാദ്യത്തിനും ഒന്നിനും എന്തില്ല? പിതൃദുരിതം ഇല്ല. ഒന്നിനും കൊള്ളാത്ത ചെരുപ്പിനും ഇട്ട വസ്ത്രത്തിനും കൊടയ്ക്ക് വടിക്ക് മാത്രം പിതൃദുരിതം. എന്തൊരു കഷ്ടം! അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു ദുരിതവും ഇല്ല, ഒരു നഷ്ടവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്? അത് പറയുന്ന ജ്യോത്സ്യനോടും ശാന്തിക്കാരോടും ചോദിക്കണം. എടോ, എൻ്റെ വീടിൻ്റെ ഭിത്തിയിലിരിക്കുന്നത് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പടമല്ലേ? അതായത് തൻ്റെ അപ്പൻ്റെ അമ്മയുടെ അല്ലല്ലോ, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അല്ലേ? എൻ്റെ അപ്പനെയും അമ്മയും കാണാൻ തൻ്റെ വീട്ടിൽ വന്നാൽ മതിയോ? അത്രയും മറുപടി കൊടുത്താൽ മതി. തനിക്കതിലെന്താ ചെയ്തം? എൻ്റെ അപ്പനെയും അമ്മയും എൻ്റെ വീട്ടിലായിരുത്തേണ്ടത് അല്ലേ? എൻ്റെ അപ്പനെയും അമ്മയും ഞാനല്ലാതെ എല്ലാവരും കാണാൻ പറ്റുമോ? ഇത്രയേ ഉള്ളൂ വിവരമില്ലായ്മ. നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കുക. ഇതൊന്നും വിശ്വസിക്കല്ലേ.